പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധായി സ്നേഹമുള്ള ദുഹ്റാനെ ആചരിക്കുകയാണ്. സുറിയാനി ഭാഷയിൽ ദുഹ്റാന എന്ന് പറഞ്ഞാൽ ഓർമ്മ എന്നാണ് അർത്ഥം. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ഓർമ്മകളുണ്ട്. മരിച്ചുപോയ കുടുംബാംഗങ്ങളെ നമ്മൾ അനുസ്മരിക്കുന്നുണ്ട്. ഓർമ്മ ഒരു വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായെ ഓർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ദുഹ്റാന എന്ന പദം ഉപയോഗിക്കുന്നത്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവ് ആയതുകൊണ്ടാണ് തോമാശ്ലീഹായ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥാനം മാർത്തോമാ ക്രിസ്ത്യാനികൾ നൽകിയിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ മാർത്തോമാശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച് വിശ്വാസങ്ങളുടെ പിതാവായിട്ട് കരുതുന്ന ഒത്തിരി സഭാവിഭാഗങ്ങളുണ്ട്. കേരളത്തിലുണ്ട്, പ്രദേശത്തുമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് പിതാവിനെ അനുസ്മരിക്കുന്ന ദിവസം വിശ്വാസത്തിന്റെ നമ്മുടെ പിതാവായ തോമാ അനുസ്മരിക്കുന്ന ദിവസമാണ്. AD 72 തോമാശ്ലീഹാ ചിന്നമലയിൽ വെച്ച് ഒരു എതിരാളിയുടെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് രക്തസാക്ഷിയായി. തോമാശ്ലീഹായുടെ പ്രവർത്തനങ്ങള് ദൈവത്തിന്റെ വചന ശുശ്രൂഷയ്ക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും പ്രാന്തി എന്നൊക്കെയാ പറയുന്നത്. ഇങ്ങനെ കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു. ആ ദിനമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. തോമാശ്ലീഹായുടെ രക്തസാക്ഷി ദിനമാണ്. ഇന്ന് കടമുള്ള ദിവസമാണ്. യോഹന്നാന്റെ സുവിശേഷം 20:28 യേശു പ്രത്യക്ഷനാകുന്ന സംഭവമാണ്. മുറികൾ അടച്ചിട്ടിരിക്കെ ശിഷ്യന്മാരും മാതാവും അടങ്ങുന്ന ആ കൂട്ടായ്മയില് യേശു പ്രത്യക്ഷപ്പെടുകയാണ്. നിങ്ങൾക്ക് സമാധാനം, പീസ് ടു യു എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം തോമാശ്ലീഹാ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തോമാശ്ലീഹായോട് മറ്റുള്ളവര് പിന്നീട് തോമാശ്ലീഹാ വന്നപ്പോൾ പറഞ്ഞു ഗുരുവിനെ കണ്ടു. അപ്പോൾ തോമാശ്ലീഹാ പറഞ്ഞു എനിക്ക് നേരിൽ കാണണം. തിരുമുറിവുകളുള്ള യേശുവിനെ എനിക്ക് കാണണം. ആണിപ്പുകളുള്ള കൈകളിൽ എന്റെ കൈകൾ വെക്കണം. തിരുവിലാവിൽ എന്റെ കൈകൾ വെക്കണം. കാണാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് തറച്ചു പറഞ്ഞു. ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിലെ വിശ്വാസികൾക്ക് കണ്ടു വിശ്വസിച്ച തോമാശ്ലീഹാ അവരുടെ അവിശ്വാസത്തെ ദൂരീകരിക്കാൻ വേണ്ടിയായിരിക്കും ഈ പ്രക്രിയ നടത്തിയത്. അതുകൊണ്ട് തോമാശ്ലീഹാ ഉള്ള അവസരത്തില് യേശു പ്രത്യക്ഷപ്പെട്ടു. തോമാ വിളിച്ചിരുന്ന പേരാണ് താമ എന്ന് പറയുമായിരുന്നു. ദീദിമോസ് എന്ന് പറയുമായിരുന്നു. ദീദിമോസ് പറഞ്ഞാൽ ഇരട്ട പിറന്നവനാണ്. അപ്പൊ തോമാശ്ലീഹായെ വിളിച്ചു. തോമാശ്ലീഹാ യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. യേശു കൈകൾ കാണിച്ചു. ആണിപ്പുള്ള കൈകൾ കാണിച്ചു. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് യേശു പറയുന്നുണ്ട്. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് യേശു പറയുന്നുണ്ട്. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ തോമാശ്ലീഹാ അനുതാപത്തോടും വിശ്വാസത്തോടും കൂടി പറഞ്ഞ പ്രത്യുത്തരമാണ് മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. അത് സുവിശേഷങ്ങളില് യേശുവിനെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവ് കീരിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റ മഹത്വത്തിലേക്ക് കടന്ന ദൈവപുത്രനായ യേശുവിനെ സൂചിപ്പിക്കുന്നതാണ്. എന്റെ ദൈവമേ എന്ന് പറയുമ്പോൾ അവിടുന്ന് ദൈവസുതനായത് കൊണ്ടാണ് ദൈവമേ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഏശയ്യായുടെ പുസ്തകത്തിൽ 63:9 പ്രകാരം പറയുന്നു, അവന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. അവന്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു എന്നാണ് പറയുന്നത്.
ഈ തോമാശ്ലീഹ എന്തുകൊണ്ട് ഭാരതത്തിലേക്ക് എന്തുകൊണ്ട് വന്നു, അന്ന് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. യഹൂദന്മാര് കച്ചവടക്കാരായിരുന്നു. ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ കച്ചവടത്തിന് വേണ്ടി ഇവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ്ലീഹ വചനം പ്രഘോഷിച്ചുകൊണ്ട് വിജാതിയുടെ നാടുകളിലൂടെ ചുറ്റിക്കറങ്ങിയപ്പോൾ ആദ്യം ചെന്നത് സ്വന്തം വിശ്വാസത്തിൽപ്പെട്ട ആ യഹൂദരുടെ ഇടയിലേക്കാണ്. അവരുടെ ഇടയിലേക്കാണ് വചനം ആദ്യം പ്രഘോഷിച്ചത്. അതിനുശേഷമാണ് വിജാതിയുടെ അടുത്തേക്ക് ചെന്നത്. ഈ കൊടുങ്ങല്ലൂര് എന്റെ പേര് മുസൂരിസ് എന്നായിരുന്നു. പണ്ടത്തെ ഒരു തുറമുഖപട്ടണമായിരുന്നു. വെള്ളപ്പൊക്കം വഴിയായിട്ട് തുറമുഖമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പൊ കൊച്ചി തുറമുഖമായിരുന്നു നമുക്കറിയാം. വളക്കൂട അതിന് മുസൂരിസ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ കേരളത്തില് സുഗന്ധ വസ്തുക്കള്, കുരുമുളക് തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയുള്ള കച്ചവടങ്ങള്, കപ്പലിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന സാഹചര്യങ്ങൾ ആദിമ നൂറ്റാണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് വാസ്കോ ഡി ഗാമ പിന്നീട് ഇവിടെ വരുന്നത്. അതിനു മുമ്പ് അറബികൾ ഇവിടെ വന്നിരുന്നു. അതുപോലെ നിരവധി ആളുകൾ ഇവിടെ കച്ചവടാവശ്യത്തിന് വേണ്ടി വരികയും യഹൂദന്മാർ താമസമാക്കിയിരുന്നു എന്ന് ന്യായമായിട്ട് വിശ്വസിക്കാനായിട്ട് കഴിയും. ഇന്ന് കൊടുങ്ങലിൽ ഒരു ഷ്രൈനുണ്ട്. തോമാശ്ലീഹ വന്നതിനെ അനുസ്മരിക്കാൻ വേണ്ടി സിയുമൈസ് സഭാംഗങ്ങളാണ് നടത്തുന്നത്. AD 52 തോമാശ്ലീഹ ഭാരതത്തിലേക്ക് വന്നതിന്റെ ജൂബിലി ആഘോഷിച്ചപ്പോൾ ഇറ്റലിയിലെ ഓർത്തോണയിലാണ് വിശുദ്ധന്റെ ഭൗതികാവശിഷ്ടങ്ങള് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടുതലും അവിടെ നിന്ന് വിശുദ്ധന്റെ തിരുശേഷിപ്പ് കൊണ്ടുവന്ന് കൊടുങ്ങല്ലൂരിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഞാനവിടെ പല പ്രാവശ്യം പോവുകയും വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വിശുദ്ധന്റെ കേരളത്തിൽ സ്ഥാപിച്ച 7 പള്ളികളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് കൊടുങ്ങല്ലൂരാണ്. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പം മാർത്തോമാശ്ലീഹയുടെ തിരുശേഷിപ്പുള്ള ഷ്രൈൻ കൊടുങ്ങല്ലൂരുണ്ട്. 2 പാലയൂര് തൃശ്ശൂർ രൂപതയുടെ കീഴിലാണ്. അവിടെയും ഞാൻ പോയിട്ടുള്ളതാണ്. അവിടെ പാലയൂര് ഒരു കുളമുണ്ട്. അവിടെയാണ് മാമോദിസ മുക്കുന്നത് കുട്ടികളെ. പഴയ പാരമ്പര്യമാണ്. അതുപോലെ വിശുദ്ധന്റെ തിരുശേഷിപ്പ് അവിടെയും സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ കോക്കമംഗലം, വടക്കൻപറവൂര്, തോട്ടക്കാവ് ഇവിടെ നിന്നുള്ള ബസ്സുകൾ പോകുന്നത് വടക്കൻപറവൂർ കൂടിയാണ്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ പോകുന്നത് എറണാകുളത്തേക്ക് കോട്ടയത്തേക്കൊക്കെ പോകുന്നത് ഈ പള്ളിയുടെ സൈഡിൽ കൂടിയാണ്. വടക്കൻപറവൂർ ഒക്കെ എറണാകുളത്തിലൊരു പുറനാപ്പിയാണ്. പിന്നെ നിലയ്ക്കല് കാട് കയറിപ്പോയി. പിന്നീട് തോമാശ്ലീഹ എന്ന പൈതൃകം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിലയ്ക്കലൊരു ദേവാലയം സ്ഥാപിച്ചു. എക്യുമെനിക്കൽ ദേവാലയമാണ്. തോമാശ്ലീഹയുടെ പിതാവായി കരുതുന്ന പ്രധാനപ്പെട്ട പല സഭാ വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിറോ മലബാർ സഭ നമ്മളാണ്. സിറോ മലബാർ കാത്തലിക്സ്. രണ്ടാമതായിട്ടുള്ളത് യാക്കോബായ സഭയാണ്. അത് 2 വിഭാഗങ്ങളുണ്ട്. യാക്കോബായുള്ള ഓർത്തഡോക്സും ഉണ്ട്. മാർപ്പാപ്പായെ കുറിച്ച് കൂട്ടായ്മയൊക്കെ കൈവച്ചിരിക്കുന്ന സഭയാണ് യാക്കോബായ സഭ. മറ്റത് ഓർത്തഡോക്സ് സഭ എന്ന് പറയും. ഇത് ദേവലോക അരമന കോട്ടയം, അവിടെയാണ് അതിന്റെ കേന്ദ്രം. 3ാമതായിട്ട് തൃശ്ശൂര് ഈ യാക്കോബായിൽപ്പെട്ട ആളുകള് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ, ഇംഗ്ലീഷുകാരുടെ സംസർഗം വഴിയായിട്ട് പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആംഗ്ലിക്കൻ സഭയുടെയും യാക്കോബായ് സഭയുടെയും രീതികൾ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഭയാണ് ഈ മാർത്തോമ സഭ എന്ന തൃശ്ശൂർ ഇവിടെ തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള സഭ. അവരാണ് മരാമൺ കൺവെൻഷൻ നടത്തുന്നത്. പിന്നെ ഈ സഭകളിൽ നിന്നെല്ലാം ബ്രിട്ടീഷുകാരുടെ ഉണ്ടായിരുന്നപ്പോൾ ആംഗ്ലിക്കൻ സഭയിലേക്ക് കുറെ ആളുകൾ എല്ലാ സഭയിൽ നിന്നും പോയി. അതാണ് ആംഗ്ലിക്കൻ സഭ. അവിടെയാണ് മലബാർ ക്രിസ്ത്യൻ കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവ, CMS കോളേജ് കോട്ടയം. ഇതൊക്കെ ബ്രിട്ടീഷുകാർ വരുത്തിയിരുന്നപ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായതാണ്. ഈ നിലയ്ക്കലില് ഒരു പള്ളി സ്ഥാപിച്ചു. അത് ഗവൺമെന്റിനോട് പറഞ്ഞു. ആദ്യം സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ശബരിമലയുമായിട്ട് സമീപസ്ഥമൊക്കെ ആയിരുന്നത് കൊണ്ട് പറ്റിയാലൊക്കെ പറഞ്ഞു.
അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന ഒരു സ്ഥലം കാണിച്ചത് നിങ്ങളുടെ അനുവാദത്തോടു കൂടി അങ്ങനെ ഒരു സ്ഥലം കിട്ടിയ സ്ഥലത്ത് പള്ളി സ്ഥാപിച്ചു. പല നിരക്കിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവിടെ പള്ളി സ്ഥാപിച്ചു. അവിടെ മാർത്തോമാ ശ്ലീഹായുടെ ഈ ദിനത്തിൽ വിവിധ സഭകള്, ഞാൻ ഈ പറഞ്ഞ സഭകൾക്കെല്ലാം ആരാധനയ്ക്കും കുർബാനർപ്പിക്കാനൊക്കെ സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. അതാണ് ഒരു ഇക്യുമെനിക്കൽ ദേവാലയം. കാരണം അതിന്റെ കാരണം മാർത്തോമാ ശ്ലീഹായെ പൊതുപിതാവായിട്ട് സ്വീകരിക്കുന്ന സഭകള്, അതാണ് ഈ സഭകളെല്ലാം. ഇവരെല്ലാം അറിയപ്പെടുന്നത് സെന്റ് തോമസ് ക്രിസ്ത്യൻസ് എന്നാണ്. പണ്ഡിതനായിരുന്ന ഫാദർ പ്ലാസിഡ് പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിന്റെ പേര് തന്നെ സെന്റ് തോമസ് ക്രിസ്ത്യൻസ്. ഇതിന്റെ ആദ്യത്തെ അധ്യായത്തിൽ മാർത്തോമാ ശ്ലീഹ ഇവിടെ വന്നു എന്നതിന് കുറെ തെളിവുകളൊക്കെ ഹാജരാക്കുന്നുണ്ട്. ഇത് മനോഹരമായ ഒരു പുസ്തകമാണ് മാർത്തോമാ ശ്ലീഹായെ പറ്റി, അതുപോലെ ഇവിടുത്തെ സഭയെ പറ്റി പ്ലാസിഡ് അച്ഛൻ്റെ പുസ്തകം. ഈ തോമാസ് ശ്ലീഹായുടെ രക്തസാക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങള്, ഇപ്പൊ തോമാസ് ശ്ലീഹ സ്ഥാപിച്ച അവരുടെ നിരണമുണ്ട്, കൊല്ലമുണ്ട്, ഇത്രയും പള്ളികൾ അതിൻ്റെ കൂടെ ഉണ്ട്. നിരണം പള്ളി അക്കവയക്കാരുടെ കീഴിലാണുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചെന്നൈ, ഇന്നത്തെ ചെന്നൈ, നേരത്തെ മദ്രാസ് എന്നും ചിന്നപ്പട്ടണം എന്നൊക്കെ പറയുമായിരുന്നു. അവിടെ ചെന്നൈയിലെ ചിന്നമലയിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി AD 72 കുന്തം കൊണ്ടുള്ള കുത്തേറ്റ് അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മരിച്ചു എന്നാണ് പാരമ്പര്യം പറയുന്നത്. അവിടെ ഒരു വലിയ മലയുണ്ട്. ഞങ്ങളുടെ പല പ്രാവശ്യം 5 പ്രാവശ്യങ്ങളിലൂടെ പോയിട്ടുണ്ട് തീർത്ഥാടനമൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ സെന്റ് തോമസ് മൗണ്ടിൽ ഒരു ദേവാലയം, ഒരു 1400 കൊല്ലം പഴക്കമുള്ള ഒരു ദേവാലയമുണ്ട്. അതേപറ്റി പറയുന്ന പോർട്ടുഗീസുകാരിയുടെ വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ദേവാലയം തകർന്നടിഞ്ഞ് കിടക്കുകയായിരുന്നു. അവരാ ദേവാലയം പുനരുദ്ധരിക്കാനായിട്ട് താല്പര്യപ്പെട്ടു. അപ്പോൾ ഒരു കുരിശ് അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടുകിട്ടി. അത് അൾത്താരയിൽ വെച്ച് അങ്ങനെയാണ് അവിടെ ആ ദേവാലയം പണിതുയർത്തിയിരിക്കുന്നത്. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്, കുറച്ച് പ്രായം ചെന്ന അച്ഛന് കാഴ്ചശക്തി കുറവായിരുന്നു. അപ്പൊ അച്ഛനും ആ പാലക്കാരനും അച്ഛനുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പൊ അതിന്റെ അൾത്താരയിൽ ആ ദേവാലയത്തിന്റെ 5-6 പ്രാവശ്യങ്ങളിൽ കുർബാന ചൊല്ലിയിട്ടുള്ളത്. അവസാനം പിന്നെ ചെന്നപ്പോൾ 1000 രൂപ സംഭാവന കൊടുക്കണം. അങ്ങനെ സംഭാവന കൊടുത്തിട്ടാണ്, അത് പാവങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 പ്രാവശ്യം സംഭാവന കൊടുത്തും ആ ദേവാലയത്തിൽ തീർത്ഥാടനോടൊപ്പം ബലിയർപ്പിക്കുകയുണ്ടായി. പിന്നെ തോമാസ് ശ്ലീഹായുടെ അദ്ദേഹത്തെ സംസ്കരിച്ച സ്ഥലം അതാണ് സാന്തോം ബസിലിക്ക, സാന്തോം കത്തീഡ്രൽ, മരീന ബീച്ച്, കടൽ തീരമാണ്. അവിടെ സുനാമി വന്നപ്പോഴ് ആ കടൽ തീരത്ത് ഒത്തിരി നാശനഷ്ടങ്ങളെല്ലാം ഉണ്ടായി, കെട്ടിടങ്ങളൊക്കെ തകർത്ത് കളഞ്ഞു. പക്ഷേ ഈ ദേവാലയത്തിനൊന്നും സംഭവിച്ചില്ല. ദേവാലയത്തിന്റെ താഴെ കുരിശടി വരേ ഉള്ളൂ. ഇങ്ങനെ തിരമാലകൾ വന്ന് അതുപോലെ ദേവാലയത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ട്. ആ ദേവാലയമൊക്കെ പുനരുദ്ധരിച്ചിട്ടുണ്ട്. തോമാസ് ശ്ലീഹായുമായിട്ട് ബന്ധപ്പെട്ട ഒരു മ്യൂസിയം ഉണ്ട്. അതുപോലെ ആ കബറിടം ദേവാലയത്തിന് നടുക്കാൻ ആദ്യം ഒരു കുഴിയായിരുന്നു. ഞങ്ങൾ ആദ്യം 72 ഞങ്ങൾ 3-4 അച്ഛന്മാരൊക്കെ പോയപ്പോൾ അതിൽ ആ കബറത്തിലിറങ്ങി വിശുദ്ധ ബലി അർപ്പിച്ചിട്ടുണ്ട്. ഈ പഴയ പാരമ്പര്യം എന്ന് പറയുന്നത് വിശുദ്ധരുടെ കബറത്തിന്റെ മുകളിലാണ് അൾത്താര സ്ഥാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ അത് കുഴി, അത് അതിന്റെ മുകളിലാണ് അൾത്താര സജ്ജീകരിക്കുന്നത്. അവിടെയാണ് വിശുദ്ധ ബലി അർപ്പണം. അത് കഴിഞ്ഞ വിശുദ്ധന്റെ തിരുശേഷിപ്പുകൾ പിന്നീട് എഡേസയിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇറ്റലിയിലെ ഓർത്തോണയിലാണ് തിരുശേഷിപ്പുകൾ കൂടുതലും ഇപ്പോഴുള്ളത്. കുറച്ച് മദ്രാസിലെ കബറിടത്തിലുണ്ട്. ബാക്കി തിരുശേഷിപ്പുകൾ ഓർത്തോണ എന്ന് പറയുന്ന ദേവാലയത്തിലാണ് ഇന്നുള്ളത്. ആദിമ കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നും തീർത്ഥാടകര് നടന്നു പോകുമായിരുന്നു ഈ ചിന്നമല, സെന്റ് തോമസ് മൗണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സെന്റ് തോമസ് മൗണ്ട് എന്ന് പറയുന്ന പെരിയ മലയില് ജോൺ പോൾ II മാർപ്പാപ്പ അവിടെ തീർത്ഥാടനം നടത്തി അവിടെ വിശുദ്ധ ബലി അർപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ അവിടെ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ മലയിൽ വെച്ചിട്ടുണ്ട്. 14 ഒരു മലയാണ്. 14 കുരിശിന്റെ വഴികൾ നടത്തിക്കൊണ്ട് 14 സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നടന്നു കയറി കുരിശിന്റെ വഴി നടത്തിക്കൊണ്ട് ദേവാലയത്തിലേക്ക് പോകാനായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്.
അവിടെ ഒരു 15 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അവിടുത്തെ അച്ഛൻ പറഞ്ഞു അത് കുറച്ചൊക്കെ കയ്യേറി പിന്നെ മതിലൊക്കെ കെട്ടിയെല്ലാം സുരക്ഷിതാക്കി എന്ന് പറഞ്ഞു. ഈ തോമാസ് ലീഗായെ പറ്റി പറയുന്നത് ദീദിമോസ്, ഇരട്ട പിറന്നവൻ എന്നാണ് അറമായ ഭാഷയില്. തോമാസ് ലീഗ ഈ ശില്പികളുടെയൊക്കെ മധ്യസ്ഥനാണ്. ബിആർക്കുകാരുടെ എംആർക്കുകാരുടെ ഒക്കെ മധ്യസ്ഥനാണ് തോമാസ് ലീഗ. കാരണം ശില്പിയായിരുന്നതുകൊണ്ട് ആദിമ ശതകത്തിൽ ഇവിടെ വന്നവരാണ്. കിനായിത്വമായും കുറെ വിശ്വാസികളുടെ AD 345 പറയുന്നത്. അവരുടെ പിന്തലമുറക്കാരാണ് ഇപ്പോഴത്തെ ജ്ഞാനായക്കാരെന്നാണ് കണക്കാക്കപ്പെടുക. അവിടെ നിന്നും ജ്ഞായിത്വമായി ഒരു മെത്രാനും കുറെ കുടുംബങ്ങളും ഇവിടെ കുടിയേറി 345 അവരുടെ പിന്തുടർച്ചാവകാശം ഉള്ളവരാണ് ജ്ഞാനായക്കാരെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പോർട്ടുഗീസുകാരോട് വന്നു കഴിഞ്ഞപ്പോൾ മാർ അബ്രാഹം ഇവിടുത്തെ ആരാധനാക്രമം സുറിയാനി ഭാഷയായിരുന്നു. സുറിയാനിയിലെ 2 പാട്ട് പാടി. അതൊക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അപ്പോൾ അറിവില്ലാത്തതുകൊണ്ട് പാടിയില്ലെന്ന് പിള്ളേരെയൊക്കെ ഒന്ന് പഠിപ്പിച്ച് നന്നായിട്ട് പാടാനായിട്ട് ഉദ്ദേശിച്ചത് 2 പാട്ടെങ്കിലും 2 പാട്ടുകൾ പാടാനായിട്ട് എളുപ്പമുണ്ട്. അത് ഈശോ സംസാരിച്ച ഭാഷ എന്നുള്ള നിലയില് നമ്മുടെ പിതാക്കന്മാർക്ക് സുറിയാനി ഭാഷയോട് പ്രത്യേകമായിട്ടുള്ള താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ ലത്തീൻ ക്രമങ്ങളിൽ ലത്തീൻ ഭാഷയും ഇവിടെ ഉൾപ്പെടുത്താനായിട്ട് നോക്കിയപ്പോൾ അതിനെ എതിർത്തവരാണ് ഇവിടുത്തെ പിതാക്കന്മാര്. അതുകൊണ്ട് അന്നുണ്ടായിരുന്ന മിഷണറിമാര് അവർ പറഞ്ഞു സുറിയാനിയിലെല്ലാം കുഴപ്പമൊക്കെ ആയിരിക്കും, ഭാഷണതയായിരിക്കും. അതുകൊണ്ട് അവര് സുറിയാനി അന്നത്തെ ക്രമം മാറ്റി. അത് കഴിഞ്ഞിട്ട് ലത്തീൻ കുർബാനയുടെ സുറിയാനി ക്രമം ഉണ്ടാക്കി. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത് 1962 വരെയും. 62-ലാണ് റോമിൽ നിന്ന് കുർബാനക്രമം തയ്യാറാക്കിയിട്ട് മലയാളീകരിച്ച് മലയാളത്തിലെ കുർബാനയായിട്ട് ഈ ജൂലൈ 3-ാം തീയതി മാർത്തോമാസ് ലീഗായുടെ ദിനത്തില് 1962 ആദ്യമായിട്ട് മലയാള ഭാഷയില് കുർബാന ഇവിടെ അർപ്പിക്കാൻ തുടങ്ങി. ഒത്തിരി വർഷമൊന്നുമായിട്ട് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, ഒരുപാട് പഠിക്കുന്ന കാലമാണ്. രണ്ടാമതായിട്ട് ആ ദിവസമാണ് കോട്ടയം സെമിനാരി പൗരസ്ത്യ പാരമ്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടി ആരംഭിച്ചത്. ഞാൻ അവിടെ പഠിച്ച ആളാണ്. മൂന്നാമതായിട്ട് നമ്മുടെ സഭയ്ക്ക് 2-3 രൂപതകളല്ലേ SRK വടക്കേ ഇന്ത്യയിൽ നൽകി വിഷപ്രവർത്തനത്തിന് വേണ്ടി ചാന്ത തുടങ്ങിയ സ്ഥലങ്ങള്. ഇങ്ങനെ 3 വിധത്തിൽ പ്രാധാന്യമുള്ളതാണ് ജൂലൈ 3, 1962. നമ്മുടെയൊക്കെ ആരാധനാക്രമ ബന്ധമുണ്ടായിരുന്നത് 16-ാം നൂറ്റാണ്ട് വരെയും സെലൂസിയ തെസിഫൺ അല്ലെ കൽദായ മെസൊപ്പൊട്ടോമിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാല് ഇന്നത്തെ ഇറാൻ, ഇറാഖ് അവിടെയായി ഈ സ്ഥലമൊക്കെ ഉള്ളത്. മൊസ്യൂള് തുടങ്ങിയ സ്ഥലമൊക്കെ ഇറാഖില്. അവിടെ നിന്നായിരുന്നു മെത്രാന്മാര്. അവര് സന്യാസികളായിട്ടുള്ള മെത്രാന്മാരായിരുന്നു. അവരാണ് ഇവിടെ വന്ന് പട്ടം കൊടുക്കുകയും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. ഒഡീസയിലിപ്പോൾ 3 മെത്രാന്മാരുണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മെത്രാന്മാരെ വരാനായിട്ട് അനുവാദം കൊടുത്തില്ല, അവരെതിർത്തു. അതുകൊണ്ടാണ് ആ പാരമ്പര്യം നിലച്ചു പോയത്. പിന്നീട് ആരാധനക്രമൊക്കെ നവീകരിച്ച് സഭയ്ക്ക് സ്വന്തമായിട്ട് കൊടുത്തപ്പോൾ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു അവിടുത്തെ സഭയായിട്ട് ബന്ധം വേണ്ട, റോമുമായിട്ട് നേരിട്ട് ബന്ധം മതി. അങ്ങനെയാണ് സിറോ മലബാർ പ്രത്യേക സഭയായിട്ട് റോം അംഗീകരിച്ചു തന്നത്. ഒരു പ്രത്യേക സഭയും ശക്തിയുള്ളത് കൊണ്ടാണ് മേജർ ആർച്ച് ബിഷപ്പ് സഭയുടെ അധികാരി എന്നുള്ള നിലയിൽ. ലത്തീൻ സഭയിൽ മേജർ ആർച്ച് ബിഷപ്പ് ഇല്ല, മൈനർ ആർച്ച് ബിഷപ്സേ ഉള്ളൂ. അപ്പോൾ സഭയിൽ അധികാരമുള്ള ആളാണ് മേജർ ആർച്ച് ബിഷപ്പ്. അങ്ങനെ ആ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തി തന്നത് നമ്മുടെ സഭയുടെ പാരമ്പര്യവും പൗരസ്ത്യ പാരമ്പര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ്. പിന്നീട് ഉദയം പേരു സുരദോസ് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ രീതികളിൽ പല മാറ്റങ്ങളും വരുത്തിയതിന്റെ കാരണങ്ങളുണ്ട്. ആ സിനഡ് നൈയാമികമല്ലായിരുന്നു എന്ന് പറഞ്ഞ്
പിന്നെ പുസ്തകം എഴുതി തെളിയിച്ചിട്ടുണ്ട്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനഡിന്റെ തീരുമാനങ്ങൾ നമ്മുടെ സഭയിൽ അതിൻ്റെതായിട്ടുള്ള ക്രമങ്ങളും തീരുമാനങ്ങളും ഒക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നെ കൂനംകുരിശ് സത്യം നടന്നു. അതിന്റെ ഫലമായിട്ട് അതൊരു സുറിയാനി മെത്രാൻ വന്നു, സ്വീകരിക്കാത്ത ആളുകൾ പോയി. പോലീസുകാർ ഇവിടെ ഇറങ്ങാനായിട്ട് മട്ടാഞ്ചേരിയിൽ അനുവദിച്ചില്ല. അതിന്റെ പേരില് ആരോ തട്ടിപ്പൊക്കെ പറഞ്ഞു മെത്രാനെ കടലിൽ താത്തിക്കൊന്ന് അധികമൊന്നും സംഭവിച്ചതല്ല. അതിന്റെ പേരിലാണ് കൂനംകുരിശ് സത്യം. അതുകൊണ്ടായിരുന്ന ആളുകൾ ഞങ്ങളും തലമുള്ള കാലത്തോടെ ഇടയിൽ ഇരിക്കില്ല എന്ന് യശൂദവാദിമാരുണ്ടായിരുന്നു. സാമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്താമസം അതുകൊണ്ട് സാമ്പിൾ പാർലമാടിയിൽ ഇരിക്കുകയെന്ന് പറഞ്ഞ് കൂനംകുരിശ് സത്യം നടത്തി. അങ്ങനെ സഭ രണ്ടായി. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ റോമുമായിട്ട് ഐക്യപ്പെട്ട് ഭൂരിഭാഗം പള്ളികളും വന്നു. ഒരേ പള്ളികൾ വരാതിരുന്നവരുടെ പിന്തുണക്കാരാണ് ഇന്നത്തെ യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ. ഒരൊറ്റ സഭയായിരുന്നു 16-ാം നൂറ്റാണ്ടിൽ കൂനംകുരിശ് സത്യം നടക്കുന്നത് വരെ. അപ്പോൾ ഇന്ന് മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മ ദിനം ആചരിക്കുകയാണ്. വിശ്വാസത്തിൽ നമ്മുടെ പിതാവാണ്. രക്തം ചിന്തിക്കൊണ്ട് രക്തസാക്ഷിയായി വിശ്വാസത്തിന് ആരംഭം കുറിച്ച വിശുദ്ധൻ. ആ വിശുദ്ധന്റെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ വിശുദ്ധൻ നമുക്ക് പകർന്നു തന്ന വിശ്വാസം, യേശുവിനുള്ള വിശ്വാസവും പ്രതിബദ്ധതയൊക്കെ നിലനിർത്തിക്കൊണ്ട് യേശുവിന് സാക്ഷികളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് തന്മയാർന്ന വിശ്വാസവും വിശ്വാസത്തിൽ ദൃഢതയും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ 2000-ഓളം വർഷങ്ങളായിട്ട് വിശ്വാസം ഇവിടെ നിലനിന്നത്. അപ്പോൾ അതിന്റെ ഇന്ന് ജീവിക്കുന്ന വിശ്വാസികളുടെ നിലയിൽ അനന്തര തലമുറകൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കേണ്ട സുപ്രധാനമായൊരു കടമ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കണം. വളർന്നു വരുന്ന തലമുറയ്ക്ക് ആ വിശ്വാസവും പ്രാർത്ഥനയും നന്മകളും പകർന്നു കൊടുക്കണം. അങ്ങനെ യേശുവിന് സാക്ഷിയാകാൻ വിശ്വാസം എന്ന് പറയുന്നത് യേശു പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. ജെറുസലേമിലും റോമിലും അന്ത്യോക്യയിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും സമറിയയിലും അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളാകും. അങ്ങനെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടും ചൈതന്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നന്മ കൊണ്ടും വചനം കൊണ്ടും സാക്ഷികളാകാനായിട്ട് നമുക്ക് ശ്രമിക്കാം. തോമാസ് ശ്ലീഹായുടെ തിരുനാളിൽ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും